السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. اتقوا الله عباد الله. അബൂ ദർ അൽ-ഗിഫാരി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് നൽകിയ ചില ഉപദേശങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചു വരുന്നത്. അടുത്തതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് നൽകിയ ഉപദേശമായി അദ്ദേഹം തന്നെ പറയാണ്, വഅമറനി അൻ അസില റഹിമ വഇൻ അദ്ബറത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് കുടുംബബന്ധം അത് വേർപെട്ടു പോയി കഴിഞ്ഞാൽ അത് ചേർക്കാൻ വേണ്ടി റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞതായിക്കൊണ്ട് കാണാൻ സാധിക്കും. സമാനമായി മറ്റു ചില ഹദീസുകളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി ഔ അൻ യുൻസഅ ലഹു ഫീ അഥരിഹി ഫൽയസിൽ റഹിമഹു. ആരെങ്കിലും തൻ്റെ റിസ്ഖിൽ, തൻ്റെ ഉപജീവനത്തിൽ വർധനവുണ്ടാകണമെന്നൊരാൾ ആഗ്രഹിക്കുന്നുണ്ട്, അതല്ല എങ്കിൽ തൻ്റെ ആയുസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിക്കണമെന്നൊരാൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഫൽയസിൽ റഹിമഹു, അവൻ്റെ കുടുംബബന്ധത്തെ ചേർത്തിക്കൊള്ളട്ടെ എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ കുടുംബബന്ധം ചേർക്കുക എന്നുള്ള കാര്യം വളരെ മഹത്തായ ഒരു കാര്യമാണ്. ഇസ്ലാം വളരെ പ്രോത്സാഹിപ്പിച്ച പ്രതിഫലമുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ കുടുംബബന്ധം ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നൊരു കാര്യം, ലൈസൽ വാസിലു ബിൽ മുകാഫി വലാകിന്നൽ വാസില അല്ലദി ഇദാ ഇൻഖതഅത റഹിമുഹു വസലഹ. നമ്മൾ കുടുംബബന്ധം ചേർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്നും സന്ദർശിക്കുന്ന, നമ്മൾ നല്ല ബന്ധത്തിലുള്ള ആളുകളുടെ വീട്ടിലേക്ക് നമ്മൾ അങ്ങോട്ട് പോകുന്നു, അതുപോലെ തന്നെ അവരെന്തെങ്കിലും ഹദിയകൾ നമുക്ക് ഇങ്ങോട്ട് തന്നാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും സന്ദർശനം ഇങ്ങോട്ട് നടത്തിയാൽ നമ്മൾ തിരിച്ചും അങ്ങോട്ട് ചെയ്യുന്നു. ഇങ്ങനെ ഒരു മുകാഫത്ത് എടുക്കുന്ന ആളുകളല്ല, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൊടുക്കുന്ന ആളുകളല്ല യഥാർത്ഥത്തിൽ കുടുംബബന്ധം ചേർത്തവർ. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, വലാകിന്നൽ വാസിലല്ലദീ ഇദൻ ഖതഅത റഹിമുഹു വസലഹ. ആരുടെയെങ്കിലും കുടുംബബന്ധം മുറിഞ്ഞു പോയാൽ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി, പ്രയാസങ്ങൾ ഉണ്ടായി, അങ്ങനെ ആ കുടുംബബന്ധം തന്നെ മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ അവിടെ ആരാണോ അത് പോയി ചേർക്കുന്നത് അവനാണ് യഥാർത്ഥത്തിൽ കുടുംബബന്ധം ചേർത്തവൻ എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത്, പരസ്പരം ബന്ധമുണ്ടായിരിക്കുക എന്നുള്ളത് വളരെ ഗൗരവമുള്ള, ഇസ്ലാം വളരെ പ്രോത്സാഹിപ്പിച്ച ഒരു കാര്യമാണ് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബബന്ധം ചേർക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.